വസ്തുതാവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിന് ഇന്നെങ്കിലും മറുപടി കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. സോണിയാഗാന്ധി എങ്ങനെ ചിത്രത്തിൽ ഞങ്ങൾ എല്ലാവരും പറയേണ്ടി വരുന്നു? പോറ്റി, ഗോവർദ്ധൻ, അതുപോലെ തന്നെ ഇത് 3 പേരും വരുന്ന ചിത്രം സോണിയാഗാന്ധിക്കൊപ്പമുള്ളതാണ്, ബെല്ലാരി എന്നുള്ള ആളുകളാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ഉണ്ടല്ലോ, അത് നിങ്ങൾ ചാനലുകൾ തന്നെ വീഡിയോ കാണിച്ചു, അതിൽ വ്യക്തമാണ് മുഖ്യമന്ത്രി വെക്കുന്നു. ഇത് അവതരിപ്പിച്ചിട്ട് നേരെ വീഡിയോ വഴി അദ്ദേഹം കയറാൻ പോകുമ്പോൾ കാറിന്റെ ഡോറിന്റെ മുൻവശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുമ്പോൾ പെട്ടെന്ന് മുഖ്യമന്ത്രി ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചിട്ട് നേരെ അകത്തേക്ക് എറിയുകയാണ്. ആ ചിത്രത്തിന് എടുത്ത ഒരു സ്നാപ്പ് എടുത്തിട്ടാണ്, സ്റ്റിൽ എടുത്തിട്ടാണ് നേരെ ഇത് കാണിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചത് എന്താ, ഇത്രമാത്രം ഗൗരവമായ പ്രശ്നത്തിൽ സഭയിൽ ഒരു പ്രമേയം ഉണ്ടെന്നാണ് പാർലമെന്റ് കാര്യമന്ത്രി പോയത്. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സുരക്ഷയുള്ള ഒരു സംവിധാനത്തിനകത്തേക്ക് എങ്ങനെ കയറാൻ പറ്റി? അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി, ഇന്ന ആള് കൊണ്ടുപോയതാണ്. അതിപ്പോ അടൂർ പ്രകാശും അതുപോലെ ആന്റോണിയും ഒപ്പമുള്ള ആളുകൾ കൊണ്ടുപോയതോ ഇവര് കൊണ്ടുപോയതാണോ എന്ന് വ്യക്തമാക്കിയാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ സോണിയാഗാന്ധിക്ക് പത്തരമാറ്റത്തിളക്കമുണ്ടാകും. അതിനനുവദിക്കാതെ ഇപ്പോഴും ഇരുട്ടിൽ നിർത്തുന്നത് പ്രതിപക്ഷമാണ്. അതിനിന്നും നിങ്ങളോട് മറുപടി പറഞ്ഞതായിട്ട് കണ്ടില്ല. പിന്നെ അദ്ദേഹം പറയുകയുണ്ട് വ്യക്തിപരമായിട്ടും വല്ലാതെ അധിക്ഷേപിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല, നല്ല ബഹുമാനമാണുള്ളത്. പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിമർശനം. അദ്ദേഹം പറഞ്ഞു ബാലി അതിനെ സംഘടിപ്പിച്ചു, സമരം നടത്തി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് തന്നെ നിങ്ങൾക്കറിയാലോ, ലാവ്ലിൻ കേസായിട്ടാണോ ബാലിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തിയത്? അദ്ദേഹത്തിന് പെട്ടെന്ന് ഇതെങ്ങനെ വരുമ്പോ ഈ വസ്തുതകൾ അറിയാതെ പോകുന്നതാണോ എന്നറിയില്ല. അതെല്ലാവർക്കും അറിയാലോ. അന്ന് സ്വാശ്രയ കേസ്, ഗസ്റ്റ് ഹൗസിൽ, സ്വാശ്രയ കോളേജിന്റെ ഗസ്റ്റ് ഹൗസിൽ പോകുന്നു. അന്നത്തെ വിദ്യാർത്ഥികളോട് നിലപാട് ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥി ജീവിതം വിട്ട കാലാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും വിദ്യാർത്ഥി മനസ്സ് പോലെയാണല്ലോ, അദ്ദേഹം പ്രതികരിക്കാൻ പാടുണ്ടോ? അത് ഞങ്ങളെ പിന്നെ വലിച്ചഴിക്കുന്ന, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതല്ലേ, ഞങ്ങളെയൊക്കെ അതിനകത്തേക്ക് വലിച്ചഴിക്കേണ്ട കാര്യം. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി, ആ പ്രതിഷേധം നടത്തിയ ആളുകളാണ്. പക്ഷെ പ്രതിപക്ഷ മേധാവിന് പറയുന്നതും വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിഷേധവും തമ്മിൽ താരതമ്യം ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട നിയമസഭ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഈ രീതി അങ്ങേയറ്റം തെറ്റാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ബഹളുണ്ടാക്കിയ ആളുകളൊക്കെ അപ്പുറത്തിരിപ്പുണ്ടല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ, ഇതുവരെ കാണാത്ത ക്രിയാത്മക സർഗാത്മക പ്രതിപക്ഷത്തെ ആയിരിക്കും ഞാൻ നയിക്കുന്നത്. ബഹളങ്ങളല്ല, സംവാദം വേണം. പനമ്പള്ളി ഗോവിന്ദമേനോൻ ചർച്ച ചെയ്ത് ഉൾപ്പെടെയുള്ള ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംവാദങ്ങളായിരിക്കണം, ഒരു തരത്തിലുള്ള തർക്കത്തിലേക്ക് പോകില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെ കാണേണ്ടത്, ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അവരുടെ സമീപനം, കേരളത്തോട് വിവേചനത്തിനെതിരെ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നു, അത് ചർച്ച ചെയ്യണം. കേന്ദ്ര ബജറ്റിനെതിരെ ചർച്ച ചെയ്യണം. അതിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് യഥാർത്ഥത്തിൽ BJPക്ക് വേണ്ടി ഇപ്പൊ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത്. ഏതാ ഞങ്ങൾ അതാത് സീറ്റിലിരുന്ന് കൈ ഉയർത്തി സ്പീക്കർ അനുമതി നൽകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? അതിന് അദ്ദേഹത്തിന് മറുപടി അറിയാലോ. യഥാർത്ഥത്തിൽ ഇന്ന് ശരിക്കും ആ ചർച്ച അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറുപടി പറയാം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പറയുന്നില്ലല്ലോ. എന്തേ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ നിശബ്ദനായിരുന്നത്? എന്തേ പ്രതിപക്ഷ നേതാവ് ഒഴികെയുള്ള കക്ഷി നേതാക്കളൊന്നും ഇതിനകത്തൊരു വാക്ക് പറയാതിരുന്നിട്ടുള്ളത്? അകത്ത് ഈ രീതിയോട് അവർക്ക് യോജിപ്പുണ്ടോ? ഈ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്രത്തിന്റെ സമീപനം വിമർശിക്കാൻ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപുള്ള ഒരു സഭയിൽ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനും തങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾക്കും കക്ഷികൾക്കും ശരിക്കും വിയോജിപ്പല്ലേ ഉള്ളത്? അതല്ലേ സഭയ്ക്കകത്ത് പ്രതിഫലിക്കുന്നത് അവരുടെ നിശബ്ദതയിൽ?
ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ നോക്കുന്നത്? നിങ്ങളൊക്കെ ഒന്ന് എഴുതി കീഴ്വഴക്കം തെറ്റിക്കുന്നത് ശരിയല്ല എന്നൊരു പൊതു അഭിപ്രായം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഇല്ല, നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു സെഷന് മുഴുവൻ SIT പറ്റില്ല എന്ന് പറഞ്ഞ് സഭ സ്തംഭിപ്പിക്കുക. ഇപ്പൊ SIT വിശ്വാസമുണ്ട്, സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നിലപാട് സ്വീകരിക്കുക. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലും അംഗീകരിക്കാതിരിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ആവശ്യമാണല്ലോ BJP അധ്യക്ഷൻ അവിടെ ഉന്നയിച്ചേക്കുന്നത്. ഒരു സെഷൻ മുഴുവൻ സ്തംഭിപ്പിച്ച ആ ആവശ്യമാണല്ലോ ഇപ്പോ BJP പ്രസിഡന്റ് ഹൈക്കോടതിയിൽ വെച്ചിട്ടുള്ളത്. ഹൈക്കോടതി പരിശോധിച്ചോട്ടെ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഹൈക്കോടതിയാണ് ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് അംഗീകാരം നൽകുന്നത്. ഹൈക്കോടതിയുടെ മുൻപിലാണ് സീൽഡ് കവർ വരുന്നത്. ഹൈക്കോടതിയുടെ ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സ് ആണ്. ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ഞങ്ങളുടെ ഗവൺമെന്റ് ലീഡർമാർക്കോ പോലും അത് സംബന്ധിച്ചുള്ളത് കൈമാറുന്നില്ല. പൂർണ്ണമായിട്ട് ഹൈക്കോടതിയാണ്. അപ്പൊ ഹൈക്കോടതി പറയാണ് ഇത് ശരിയല്ല, പറഞ്ഞോട്ടെ, ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ ആ തീരുമാനത്തിന് വിധേയമായി നിൽക്കുന്നു. അന്നത്തെയാണ്, അന്ന് നടന്ന പ്രതിഷേധം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ സഭ ഈ സെഷൻ ഇതിൽ കാണാത്തത് അല്ല. ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ പുതിയ കാലത്തിന്റെ, ഇവർ കാലഹരണപ്പെട്ടവരാണ്. ഞങ്ങൾ പുതിയ കാലത്തിന്റെ ജനാധിപത്യ രീതികളുടെ ആൾരൂപങ്ങളാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ കാണുന്നത് എന്താ? അത് ഇതെല്ലാം BJPക്ക് വേണ്ടിയല്ലേ. ഇത് മാത്രമല്ല, ബജറ്റ്, കേന്ദ്ര ബജറ്റ് പരാമർശിക്കാമല്ലോ. ഇപ്പൊ നടന്നിട്ടുള്ള ഈ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള കരാർ പരാമർശിക്കാമല്ലോ. അതിനകത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാമല്ലോ. അതെല്ലാം പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് BJPയുടെ ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ B ടീമാണ്. അവർക്ക് BJPയെ വിമർശിക്കാൻ ധൈര്യമില്ല. അതെല്ലാം ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ SIT നോക്കണ്ടല്ലോ. ഇവര് തന്നെ പറഞ്ഞു, ഞാൻ ഇന്നലെ വായിച്ചിരുന്നു, ഇന്നലെ ഋഷി ഉണ്ടോന്ന് അറിയില്ല, ഇന്നലെ ഞാൻ പറഞ്ഞു, ഇത് അന്വേഷണം വരുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല ധാരണയുള്ള മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഹൈക്കോടതിയുടെ മുൻപിൽ വിജിലൻസിന്റെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. പൊതുമണ്ഡലത്തിൽ ഈ സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നം ആരാ ആദ്യം അവതരിപ്പിക്കുന്നത്? നിങ്ങളുടെ ധാരണ അനുസരിച്ച് ആരാ അവതരിപ്പിക്കുന്നത്? ശബരിമല സംബന്ധിച്ച് മറക്കണ്ട, ഉണ്ണികൃഷ്ണൻ പോറ്റിയ ഓർമ്മയില്ലേ? ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോ ഇതിന്റെ ഇത് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇത് ആദ്യം അവതരിപ്പിക്കുന്നത്. എന്നാൽ ദേവസ്വം വിജിലൻസിന്റേതായ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പബ്ലിക് സ്പിയറിൽ വരുമ്പോൾ ഇതേ കാണുന്നതാണ് എന്റെ നല്ല ധാരണ. അവസാനം എവിടെ നിന്ന് കണ്ടെത്തിയത്? ആ ശോഭ കെടുത്താൻ വേണ്ടി ചെറിയൊരു സാധനം പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുമായിട്ട് അത് പറഞ്ഞപ്പോ ഈ വിവരങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ? ബൂമറാങ് പോലെ തിരിച്ചുവിട്ടില്ല. ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു ഹൈക്കോടതി അന്വേഷിച്ചിട്ടെന്ന്. ഇത് ശരിക്കും ഒരു പ്രത്യേകമായിട്ടുള്ള കേസാണ്. ഒരാള് അവതരിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ അയാൾ തന്നെ പ്രതിയായിട്ടുള്ള കാര്യം അയാൾ തന്നെ ഒരു സങ്കുചിത രാഷ്ട്രീയ താല്പര്യം ആർക്കോ വേണ്ടി തയ്യാറാക്കി ആദ്യം വയ്ക്കുകയാണ്. അത് ചർച്ച വരുമ്പോ അപ്പൊ ഹൈക്കോടതി തന്നെ വേറെ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഏത് അന്വേഷണം ആകാമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ മറന്നു പോകരുത് മാധ്യമ പ്രവർത്തകർ, അതിന്റെ ഒരു നാളുവഴികൾ അല്ല. അതെല്ലാം ഇപ്പൊ അദ്ദേഹം പറഞ്ഞു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൃഷ്ടിക്കുകയാണല്ലോ, ഒരു പുതിയ പ്രയോഗങ്ങളാണല്ലോ. അപ്പൊ അത് വന്നു അടികിട്ടിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തും. ഇപ്പൊ നിങ്ങൾ കാണേണ്ടത് ഇന്ന് ഇത്രയും ശക്തമായിട്ട് ഞങ്ങൾ ചോദിച്ചില്ലേ, സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തരുത്. നിങ്ങൾ സോണിയാഗാന്ധി കുറ്റക്കാരിയാണെന്ന് ഞങ്ങൾ ആരും പറയുന്നേ ഇല്ല. പക്ഷെ ഈ മൂന്ന് വ്യക്തികൾ ഒന്നിച്ച് രണ്ട് ഘട്ടത്തിൽ ഇത്രയും സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്നു, ഉപകാരം കൊടുത്തു, കയ്യിൽ ബ്രേസ്ലെറ്റ് കെട്ടിയിട്ടുണ്ട്. കരുണാകരന് കാണാൻ പറ്റാത്ത, ശശി തരൂരിന് കാണാൻ പറ്റാത്ത
ഗുലാം നബി ആസാദിന് കാണാൻ പറ്റാത്ത, ആനന്ദ് ശർമ്മയ്ക്ക് കാണാൻ പറ്റാത്ത അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത സ്ഥലത്തേക്ക് ആര് കൊണ്ടുപോയി? സ്വാഭാവികമായിട്ടപ്പോ ചോദിക്കും, ആന്റോ ആന്റണിക്കും അടൂർ പ്രകാശിനും അത്രയും സ്വാധീനം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ബെല്ലാരി വഴിയാണ് ഇവരെ കൊണ്ടുപോയത്, ഇവര് വഴിയാണോ അവരെ കൊണ്ടുപോയത്? അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ ശരിക്കും സോണിയാഗാന്ധിക്ക് നല്ല തിളക്കം കിട്ടില്ലേ? അവരത് അറിയില്ലായിരുന്നു, ഇവർ കൊണ്ടുവന്നതാണ്, ഇന്ന കാര്യമായിരുന്നു എന്ന് ഇവർ വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കി അതിരിക്കുമ്പോൾ സോണിയാഗാന്ധിയെ ഇരുട്ടിൽ നിർത്തുന്നതിനും ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിനല്ലേ പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളാണോ ശ്രമിക്കുന്നത്? നമ്മൾ ആരിലേക്ക് എത്തണം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് സീൽഡ് കവറിൽ പോകുന്നു, ഏതറ്റം വരെയും അവർ സ്വതന്ത്രമായി അന്വേഷിക്കും, അവർ കണ്ടെത്തട്ടെ. അതാണല്ലോ നമ്മുടെ നിലപാട്. അതുകൊണ്ടാണ് ഞങ്ങൾ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ ചിത്രത്തിൽ അവർ വ്യക്തത വരുത്തണം. മറ്റേ ചിത്രം ഞങ്ങൾ വ്യക്തത വരുത്തി, പ്രതിപക്ഷ നേതാവ് ചിത്രം എടുത്ത് കാണിച്ചല്ലോ. അത് നിങ്ങൾ ചാനലുകൾ തന്നെ വ്യക്തത വരുത്തിയതാണ്. ഞാൻ സഭയ്ക്കകത്ത് അത് വ്യക്തത വരുത്തി. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വ്യക്തത വരുത്തണ്ടേ ഈ ഭാഗം? അത് നിങ്ങൾ ചോദിച്ചോന്നറിയില്ലെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തോടുള്ള ദേഷ്യം, അങ്ങനെ ഞങ്ങൾക്കാർക്ക് അദ്ദേഹത്തോട് വിരോധം. ഈ പ്രതിപക്ഷത്തിന്റെ ആ പ്രശ്നത്തോട് മാത്രമുള്ള അദ്ദേഹത്തോട് നല്ല ബഹുമാനം, ആ രൂപത്തിൽ ആദരവ് തന്നെയാണുള്ളത്. പരസ്പര ബഹുമാനത്തോടുകൂടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരുമല്ലോ. അല്ല, ഒരു തരത്തിലും സഹകരിക്കാത്ത ആളുകളോട് എങ്ങനെ ചർച്ച ചെയ്യും? പാർലമെന്റ് കാര്യമന്ത്രിയാണ് നോക്കുന്നത്. അദ്ദേഹം അത് സഭ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങോട്ട് അദ്ദേഹത്തിന് തൊണ്ടുകൊണ്ടാണ് പോയിരിക്കുന്നത്. അവർക്ക് ഇത് കേന്ദ്രത്തോടുള്ള ഇപ്പോ ഈ ബജറ്റിൽ ഇത്രമാത്രം അവഗണന ഉണ്ടായില്ലേ? കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം കണ്ടോ നിങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ? ഇന്നലെ ഇടതുപക്ഷം കരിദിനം ആചരിച്ചില്ലേ? ഇടതുപക്ഷത്തിന്റെ കോൺഗ്രസ് കേരളത്തിൽ ഒരു പ്രതിഷേധം നടത്തിയോ? യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം നടത്തിയോ? അവിടെ അവർ പ്രതിഷേധിക്കുന്നുണ്ടാവും. ഇവിടെ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം, UDFന്റെ നേതൃത്വം ഒരു പ്രക്ഷോഭം നടത്താൻ തയ്യാറായോ? ഇപ്പോ വന്യജീവി സംബന്ധിച്ച ഭേദഗതി നിയമം ഇതുവരെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടില്ല. അവർക്ക് എന്തെങ്കിലും നിലപാടുണ്ടോ? ഇന്നിപ്പോ ഞാനും ബഹുമാനായ വനംവകുപ്പ് മന്ത്രിയും ബഹുമാനായ ഗവർണറെ കാണുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള അംഗീകാരത്തിന് വേണ്ടി രാഷ്ട്രപതിക്ക് അയക്കണം എന്നാവശ്യപ്പെടാൻ. ഇതിലൊക്കെ അവരുടെ നിലപാടെന്താ? ഓക്കെ.